നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നലെ നമ്മൾ കണ്ടത് ഷേപ്സ് ആൻഡ് ഫിഗേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മെഷർമെൻ്റാണ് പുതിയതെടുക്കാൻ പോകുന്നത്. അപ്പം അതിനു മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ താല്പര്യം കാണുമായിരിക്കും. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? ആണല്ലേ. ഒരു ദിവസം റിയ സ്കൂളിൽ നിന്ന് വരികയായിരുന്നു. പെൻസിലും വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നു. എന്നിട്ട് വരികയായിരുന്നു, സ്കൂളിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ ടീച്ചർ റിയനെ മീറ്റ് ചെയ്തു. റിയനെ കണ്ടപ്പോഴത്തേക്കും റിയോട് ചോദിച്ചു, നിൻ്റെ കയ്യിലിരിക്കുന്ന പെൻസിലിന് എത്ര നീളമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ റൂളർ എടുത്തിട്ട് അവൾ അളന്ന് നോക്കിയപ്പോൾ അവൾ 10 സെൻറ്റിമീറ്റർ നീളമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ വീണ്ടും ചോദിച്ചു, നിൻ്റെ കയ്യിലിരിക്കുന്ന വാട്ടർ ബോട്ടിലിന്, വെള്ളക്കുപ്പിക്ക് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ അളന്ന് നോക്കിയപ്പം 1 ലിറ്ററാണെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ടീച്ചർ അഭിനന്ദിച്ചിട്ട് അവളോട് പറഞ്ഞു, നിനക്ക് മെഷർമെൻറ്റിലെ എല്ലാ കാര്യങ്ങളും അറിയാം, അവിടുത്തെ ലെങ്ത്തും വെയ്റ്റും അതിൻ്റെ കപ്പാസിറ്റിയും എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് തുടങ്ങുന്നതിന് മുന്നേ മെഷർമെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല, അതിൻ്റെ ഡെഫിനേഷൻസും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻസിൽ തന്നെ തുടങ്ങാം. മെഷർമെൻറ്റ് മീൻസ് ഫൈൻഡിങ് ഹൗ ലോങ്, ഹെവി, tall or big something is using numbers and units. അതായത് മെഷർമെൻ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിൻ്റെ നീളമോ ഭാരമോ ഉയരമോ അളക്കുന്നതിനെയാണ് നമ്മൾ മെഷർമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ നീളം, ഭാരം, ഉയരം ഒക്കെ അളക്കുന്നതിനെയാണ് നമ്മൾ വലുപ്പം അളക്കുന്നതിനെയാണ് നമ്മൾ മെഷർമെൻ്റ് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ നീളം, ഭാരം, വലുപ്പം, ഉയരമോ അളക്കുന്നതിനെയാണ് നമ്മൾ മെഷർമെൻ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ പറയാം. പെൻസിൽ ഈസ് 10 സെൻറ്റിമീറ്റർ long. A bag weighs 5 kg. Next one, water in a bottle is 1 liter. ഓക്കെ, നമുക്കിതിൻ്റെ ടൈപ്സുകൾ നോക്കാം. മെഷർമെൻറ്റ് ടൈപ്സുകൾ നോക്കാം. എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ലെങ്ത്. സെക്കൻഡ് വൺ, weight. Third one, capacity. ലെങ്ത്തിൻ്റെ യൂണിറ്റ് വന്നിട്ട് സെൻറ്റിമീറ്റർ ആണ്. ഇനി വെയ്റ്റിൻ്റെ യൂണിറ്റ് വന്നിട്ട് കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം എന്ന് പറയും. ഇനി തേർഡ് കപ്പാസിറ്റി വന്നിട്ട് ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്റർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കാണാം. ലെങ്ത്തിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് പെൻസിൽ, ബുക്ക്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പെൻസിൽ, ബുക്ക്. ഇനി വെയ്റ്റിൻ്റെ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഇനി കപ്പാസിറ്റിയിൽ വരുന്നത് വാട്ടർ, മിൽക്ക്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ലെങ്ത്ത്, വെയ്റ്റ്, കപ്പാസിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ യൂണിറ്റ്സ് വരുന്നത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് വരുന്നത് സെൻറ്റിമീറ്റർ, വെയ്റ്റിൻ്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം, കപ്പാസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്റർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ, ലെങ്ത്തിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് പെൻസിൽ, ബുക്ക്. വെയ്റ്റിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ്. കപ്പാസിറ്റിയുടെ എക്സാമ്പിൾ വന്നിട്ട് വാട്ടർ, മിൽക്ക്. ഓക്കെ, ഇനി മെഷർമെൻറ്റിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ number plus units.
ഓക്കെ. ഇനി ഈ മെഷർമെൻറ്റിന് എന്തെങ്കിലും നമുക്ക് ടിപ്പ് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടിപ്പ് പറയാനായിട്ടെന്ന് വെച്ചാൽ മെഷർമെൻറ്റിനെ ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒബ്ജക്ട്സിനെ കാണാം. ലുക്ക് അറ്റ് ദ ഒബ്ജക്ട്സ്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുക. ഒബ്ജക്ട്സ് നമ്മൾ കമ്പയർ ചെയ്യുക. ഏതാണ് ലോങ് ഏതാണ് ഷോർട്ട് എന്നുള്ളത്. ഇപ്പോൾ ബുക്കാണെങ്കിൽ ബുക്ക് നമ്മൾ കമ്പയർ ചെയ്യുക. ബുക്കും പെൻസിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒബ്ജക്ട്സിനെ കണ്ടു, ഇനി കമ്പയർ ചെയ്യുക. അതിൽ ബുക്കിലും പെൻസിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ബുക്കാണോ ലോങ് അതോ പെൻസിലാണോ ഷോർട്ട് എന്നുള്ളത് നോക്കാം. ഇനി മൂന്നാമത് നമ്മൾ മെഷർ ചെയ്യുക. ഓരോന്നിനനുസരിച്ചിട്ട് നമ്മൾ ബുക്കിൻ്റെയും പെൻസിലിൻ്റെയും റൂളർ വെച്ചിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യണം. റൂളർ വെച്ചിട്ട് വേണം മെഷർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊരു ക്ലാസ് വർക്കാണ്. റൈറ്റ് ദ കറക്റ്റ് യൂണിറ്റ്. അപ്പം ഫസ്റ്റ് വന്നിട്ട് പെൻസിലാണ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു പെൻസിലിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അത് ലെങ്ത്താണെന്ന് പറഞ്ഞു. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്ററാണ്. അപ്പം ലെങ്ത്തിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് പെൻസിലും ബുക്കാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പെൻസിൽ എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ ആണോ അതോ കിലോഗ്രാം ആണോ? സെൻറ്റിമീറ്റർ അല്ലേ. നമ്മൾ ലെങ്ത്തിൻ്റെ എക്സാമ്പിളായിട്ടാണ് പെൻസിലിന് ബുക്കിന് എക്സാമ്പിളായിട്ട് നോക്കിയത്. അപ്പം സെൻറ്റിമീറ്റർ. പെൻസിലിൻ്റെ അതായത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് പെൻസിലും ബുക്കാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഫ്രൂട്ട്സിൻ്റെ ലിറ്റർ ആണോ അതോ ഗ്രാം ആണോ? നമ്മൾ പറഞ്ഞിരുന്നു വെയ്റ്റിൻ്റെ യൂണിറ്റ് വന്നിട്ട് കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ വെയ്റ്റിൻ്റെ എക്സാമ്പിൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് വന്നിട്ട് ഗ്രാം ആണ്. അപ്പോൾ ഗ്രാം എന്ന് എഴുതി. ഇനി അടുത്തത് മിൽക്ക് ഇതായിരുന്നു കപ്പാസിറ്റി ആയിരുന്നു. അപ്പോൾ കപ്പാസിറ്റിയിൽ വരുമ്പോൾ കപ്പാസിറ്റിയുടെ യൂണിറ്റ് ഏതായിരുന്നു? ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പാസിറ്റിയുടെ എക്സാമ്പിൾ വന്നിട്ട് മിൽക്കും വാട്ടറാണ് പറഞ്ഞിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ലിറ്ററാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ പെൻസിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് വന്നിട്ട് സെൻറ്റിമീറ്റർ. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഇത് വന്നിട്ട് വെയ്റ്റിൻ്റെ യൂണിറ്റ് വന്നിട്ട് ഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം. പിന്നെ മിൽക്ക് അതായത് കപ്പാസിറ്റിയുടെ യൂണിറ്റ് വന്നിട്ട് ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്റർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ മിൽക്കാണ്. മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ ആണെന്ന് പറഞ്ഞു. കപ്പാസിറ്റിയുടെ എക്സാമ്പിൾ മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ലിറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ.